ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഫാമിലി ടൂർ തിരുവോണത്തിന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ചേട്ടനും അമ്മയും ചേട്ടന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ കന്യാകുമാരിയിൽ പോയി. കന്യാകുമാരി ദേവി ദർശനം അമ്പലത്തിൽ ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ദേവിയുടെ അമ്പലമാണ്. സീസൺ ടൈമിലാണ് ഭയങ്കര തെള്ളും ബഹളമൊക്കെ ഉള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇത് നമ്മൾ ബോട്ടിങ്ങിൽ പോവാണ്. വിവേകാനന്ദ സ്വാമി ക്ഷേത്രത്തിലേക്ക് ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റത്തെ യാത്രയാണ് പോകാനുള്ളത്. റേറ്റ് 2 രീതിയിലുണ്ട്. 100 രൂപയുടെ ഉണ്ട്, അതുപോലെ തന്നെ 300 രൂപയുടെ ഉണ്ട്. ബോട്ടൊക്കെ അടിപൊളിയാണ്, നല്ലോണം എൻജോയ് ചെയ്താണ് പോയത്. 300 രൂപ കൊടുക്കുന്ന ടിക്കറ്റിൽ ക്യൂ കുറവായിരിക്കും. മറ്റേ 100 രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം ക്യൂ ആയിരിക്കും. മാക്സിമം ആൾക്കാർ അതിനാണ് പോകുന്നത്. നമുക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 300 രൂപയുടെ ടിക്കറ്റിലാണ് പോയത്. എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു കടലിൽ കൂടിയുള്ള യാത്ര. അങ്ങനെ ഒരു 10-15 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം അവിടെ എത്താറായി. വിവേകാനന്ദ പാറയിലേക്ക് എത്താറായി. നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൂറായിരുന്നു, ഫാമിലി ടൂറായിരുന്നു. അങ്ങനെ ഞങ്ങളിതുവരെയായിട്ടും പോയിട്ടില്ല, ആദ്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. കന്യാകുമാരി എല്ലാവരും കൂടെ സെലക്ട് ചെയ്തു. സീസൺ ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ക്യാഷുമൊക്കെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലുള്ള പ്രതീക്ഷിച്ച് പോകല് കഴുത്തറപ്പാണ് എല്ലാ കാര്യങ്ങൾക്കും, ഭക്ഷണത്തിനായാലും ഏത് കാര്യങ്ങൾക്കായാലും. എന്നിട്ട് ഞാനിത് ഫസ്റ്റ് പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 3 പാർട്ടായിട്ട് ഇറക്കാനുള്ളതുണ്ട്. ഇതാണ് അവിടെ നിന്നുള്ള നമ്മുടെ വിവേകാനന്ദ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കടലിലെ ദൃശ്യങ്ങളും മറ്റും. അവിടെ ചെന്നിട്ട്